നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്താ പ്രഭാര? എല്ലാവരുടെ അനുഗ്രഹം വാങ്ങിക്കഴിഞ്ഞു. ഓ അതെയോ? എന്താ തിരുമേനി? അല്ല, ഇപ്പൊ നടയിൽ പാട്ടുപാടിയ സ്ത്രീയില്ലേ, രാധിക മോളെ പോലെ തന്നെ ഉണ്ടായിരുന്നു. എനിക്കത് തോന്നി. ആരാ എന്താന്നൊന്നും ചോദിക്കാൻ പറ്റിയില്ല. ആരാണാവോ? എല്ലാം ഭഗവാന്റെ മായ. ഇതാ ക്ഷേത്രം അടച്ചു കഴിഞ്ഞിട്ട് പ്രഭാകരനും മറ്റുള്ളവരും അങ്ങോട്ട് എത്തുമല്ലോ. വന്നോളാം. എന്നാ അവിടെ കാണാം. പിള്ളേരെ, ഒരുക്കാനുള്ള ചുമതലയൊക്കെ നിങ്ങൾ ഏറ്റെടുക്കുന്നത് കൊള്ളാം. പക്ഷെ കല്യാണ മണ്ഡപത്തില് എന്റെ കൊച്ചു സൂര്യനെ പോലെ തിളങ്ങണം. അതിന് പറ്റില്ലെങ്കിൽ മാറിക്കോ. ഞങ്ങള് നോക്കിക്കോളാം മുത്തശ്ശി. ഇവളെ ഏറ്റവും സുന്ദരിയാക്കിയിട്ട് കല്യാണ മണ്ഡപത്തിലേക്ക് കയറ്റു. സോന, എല്ലാം കഴിഞ്ഞിട്ട് പ്രിയങ്കയുടെ കാലും തുടച്ച് വൃത്തിയാക്കണം. അഴുക്കുണ്ട്. ആ, അത് നിങ്ങൾ എന്തിനാ ചെയ്യുന്നേ? അതിന് ഇവളുണ്ടല്ലോ. നീ എന്തോന്ന് കേട്ട് വായും പൊളിച്ചോണ്ട് നിക്കാടി. ആ പിള്ളേര് പറയുന്നത് കേട്ടങ്ങോട്ട് ചെയ്യേ. അതോ ഇനി തല കുനിയില്ലാന്ന് അങ്ങനെ വല്ല തീരുമാനം ഉണ്ടോ തമ്പുരാട്ടിക്ക്? അങ്ങനെയൊന്നുമില്ല മുത്തശ്ശി, ഞാൻ ചെയ്യാം. വാ, എണീക്ക്. അങ്ങോട്ട് പോയി തുടക്കടി. ഇനി മോളെ. എന്തിനടി ഇനി തുറച്ചു നോക്കുന്നേ? കണ്ണ് തട്ടു എന്റെ കുട്ടിക്ക്. മോളെ രാധികെ, നീ ഇവിടെ എന്ത് ചെയ്യാ? അതമ്മ, പ്രിയയുടെ കാലിലപ്പടി പൊടിയായിരുന്നു, ഞാനത് തുടക്കായിരുന്നു. ഇനി ജോലി ചെയ്തൊക്കെ മതി, നിനക്ക് ഒരുങ്ങണ്ടേ? ഇനിയിപ്പൊ ഇവള് ഒരുങ്ങിയില്ലെങ്കിൽ കഴിഞ്ഞു. ഒരു നല്ല കാര്യം നടക്കാൻ പോവല്ലേ അമ്മേ, എന്തിനാ ഇങ്ങനെ ദുഷിച്ച വാക്കുകൾ പറയുന്നു? മോള് വാ. വാ മോളെ. നിങ്ങൾ ചെയ്യ് പിള്ളേരെ. പെട്ടെന്നത് മാറ്റിയിട്ട് വാ, നമുക്ക് ഇറങ്ങണ്ടേ? പ്രിയങ്ക ഇന്ന് ഇവിടെ നിന്ന് ഇറങ്ങി പോവല്ലേ. പിന്നെ മുത്തശ്ശിക്ക് മുത്തശ്ശിയുടെ കാര്യങ്ങൾ നോക്കാൻ നീ തന്നെ വേണ്ടിവരും. അവസാനം മുത്തശ്ശി നിന്നെ സ്നേഹിക്കുകയും ചെയ്യും. ഇല്ല അമ്മ, എന്നെ മുത്തശ്ശി സ്നേഹിക്കില്ല, ഒരിക്കലും സ്നേഹിക്കില്ല. നീ പോയിട്ട് വാ കുട്ടി. സോന, കുറച്ചു കഴിഞ്ഞാ എല്ലാവരും ഇവിടെ ഇറങ്ങും. മണ്ഡപത്തിലേക്ക് ചെന്നാലേ നമ്മൾ പെട്ടുപോകും. നമ്മൾ മണ്ഡപത്തിലെത്തിയാലും വരൻ മണ്ഡപത്തിലെത്തിയാലല്ലേ വിവാഹം നടക്കൂ. ശരത്ത് വാക്ക് തന്നതല്ലേ വരനെ തടയാനുള്ള ഏർപ്പാടുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന്. ഗുണ്ടകളെ തന്നെ ആവും ഏർപ്പാടാക്കിയിട്ടുണ്ടാവുക. കുറച്ച് കാശ് കൊടുത്താ അവരാരെയും കൈകാര്യം ചെയ്യും. നീ നോക്കിക്കോ പ്രിയെ, കല്യാണ മണ്ഡപത്തിൽ എത്തുന്നതിന് പകരം അയാളെത്തുന്നത് ഏതെങ്കിലും ആശുപത്രി ICUലായിരിക്കും. നടന്നാ മതിയായിരുന്നു. നടക്കും. സിനിമ നിന്റെ മോഹമായിരുന്നല്ലോ, നീ അത് തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നല്ലേ. അത് നടക്കാതിരിക്കില്ല. മണവാളന് താലി കെട്ടാനുള്ള ആരോഗ്യം ഇല്ലെങ്കിൽ എന്തായാലും വിവാഹം മാറ്റിവെക്കുമല്ലോ. അപ്പൊ പിന്നെ നീ എവിടെ പോയാലും ആരും ഒന്നും ചോദിക്കാൻ പോകുന്നില്ല. ഇതിങ്ങനെ പറയാനും പ്രതീക്ഷിക്കാനും ഒക്കെ എളുപ്പമാ. എനിക്കെന്തോ വല്ലാത്തൊരു അസ്വസ്ഥത. അത് ഈ കണ്ടീഷനിൽ ആരിരുന്നാലും അസ്വസ്ഥത ഉണ്ടാവും. അത് മറികടക്കാൻ നിനക്ക് പറ്റും. പറ്റിയാ മാത്രമേ പിടിച്ചു നിൽക്കാൻ പറ്റൂ. പൊന്നു മോളെ, ഒന്നുമില്ലെങ്കിലും കഴുത്തില് താലി വെക്കാൻ വരുന്നവനെ വെട്ടിക്കിട്ടണമെന്ന് പ്രാർത്ഥിക്കുന്ന ആദ്യത്തെ പെണ്ണാവാലോ നിനക്ക്. എല്ലാം നമ്മുടെ പ്ലാൻ പോലെ നടക്കട്ടെ.
ഇവന്റെ കോലം ഇങ്ങനെയായി. പുറത്ത് ഗുണ്ടകളെയും കൊണ്ടുപോയ നിന്റെ ചെറിയച്ഛൻ ഏത് കോലത്തിലാ തിരിച്ചു വരാന്ന് ആർക്കറിയാം. ജീവനോടെ ഇങ്ങ് തിരിച്ചു വന്നാ മതിയായിരുന്നു. വാ. തിരുമേനി, കാര്യങ്ങളൊക്കെ ഭദ്രല്ലേ? എന്താ സംശയം? നിങ്ങളൊക്കെ വരേണ്ട കാര്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ വധുവിന്റെ വീട് വരന്റെ വീട് എന്ന സെപ്പറേഷൻ ഒന്നും നമുക്കിടയിൽ വേണ്ട കേട്ടോ. എന്തെങ്കിലും കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ തിരുമേനിക്ക് മനസ്സ് തുറന്ന് എന്നോട് പറയാം. ഈ മനസ്സെനിക്കറിയാലോ. പറയേണ്ട കാര്യം ഉണ്ടെങ്കിൽ പറഞ്ഞിരിക്കും. അങ്ങോട്ടിരിക്കാം. എന്നാ പിന്നെ പെണ്ണിനെ ഒരുക്കാനായിട്ട് ഞങ്ങൾ അങ്ങോട്ട് ചെല്ലട്ടെ. ഞങ്ങൾ അങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടോ? അയ്യോ വേണ്ട, ഇവിടെ ഇരിക്കണം. ഓരോ ആഭരണം ഇടുമ്പോഴും നിനക്ക് ഭംഗി കൂടി വരിക. ഒന്ന് സന്തോഷത്തോടെ ഇരിക്കൂ കുട്ടി. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.